ഈ ചാനലില് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ക്രാഫ്റ്റുകളാണ്, അല്ലെങ്കിൽ DIYs, ഡു ഇറ്റ് യുവർ സെൽഫ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ആദ്യമായി ചെയ്യാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും പൂമ്പാറ്റകളെ ഇഷ്ടമാണ്, ബട്ടർഫ്ലൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു പൂമ്പാറ്റ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമേ തന്നെ ഞാൻ എടുക്കുന്നത് ഇതിനകത്ത് സിസേഴ്സിന്റെയോ ഗ്ലൂവിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് പേപ്പേഴ്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തുനിന്ന് ഞാൻ ഒരു പേപ്പർ എടുക്കുകയാണ്. ഈ ആദ്യത്തെ പേപ്പർ തന്നെ നമുക്ക് എടുക്കാം, ഈ രണ്ടെണ്ണം കൊണ്ട് മാറ്റി വെക്കാം. അപ്പൊ ഇത് റെക്ടാംഗിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കിത് സ്ക്വയർ ആക്കണം. അപ്പോ ഞാനിത് സ്ക്വയർ ആക്കാൻ പോവുകയാണ്. റെക്ടാംഗിൾ ഷേപ്പിലാണ് നമ്മുടെ പേപ്പർ ഞാൻ കട്ട് ചെയ്ത് സ്ക്വയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഞാനിത് ഇവിടെ ഇങ്ങനെ ഒരു വര ഉണ്ടല്ലേ, അതുപോലെ തന്നെ ഈ രണ്ട് കോർണേഴ്സ് ഞാൻ ചേർത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കാൻ പോവാം. നല്ലപോലെ വരയണം, ഈ വര ഇവിടെ കാണണം, എങ്കിലേ നമുക്കത് മടക്കുമ്പോൾ എളുപ്പമാകത്തുള്ളൂ. അപ്പൊ നമ്മള് ആദ്യം മടക്കി കഴിഞ്ഞു. ഇപ്പൊ നമുക്കിത് ഇങ്ങനെ കാണാം, ഒരു വര പോലെ. ഇനി ഈ രണ്ട് കോർണേഴ്സും തമ്മില് മടക്കണം. രണ്ട് കോർണേഴ്സും തമ്മിൽ നമുക്ക് മടക്കാം. സിമ്പിൾ ആണ്, കൂട്ടുകാർക്ക് എല്ലാം ചെയ്തു നോക്കാൻ പറ്റുന്ന ഈസിയാണ്. അപ്പൊ അതാണ് രണ്ട് വരയായി. അപ്പൊ ഇതുപോലെ 4 വര കിട്ടി. ഇനി ഈ സൈഡ് ഇതുപോലെ ഇങ്ങനെ മടക്കണം. ഈ സൈഡും ഈ സൈഡും നമുക്കിതുപോലെ ഒരു ട്രയാങ്കിൾ കിട്ടി. അകഭാഗം നോക്കുക, ഇതുപോലെ. ഇനിയാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ഒരു ഭാഗം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഈ മൂല നമ്മുടെ നേരെ ഇരിക്കണം. ഇതുപോലെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ നല്ലപോലെ മടക്കുക. ഇപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ മടക്കുക. നമ്മൾ ഈ വരയോട് അടുപ്പിച്ചല്ല മടക്കുന്നത്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ മൂലകള് ഇതിനോട് ചേർന്ന് നിൽക്കണം, അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഇങ്ങനൊന്ന് മടക്കാം. നല്ലതായിട്ട് മടക്കുന്നില്ലെങ്കിലും ഇങ്ങനൊന്ന് ആക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഈ സൈഡ് കീറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മടക്കുമ്പോ കീറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കീറാതെ സൂക്ഷിച്ച് മടക്കണം. ഇതുപോലെ. ഇത് വേറൊരു പ്രശ്നം വരുന്നത് എന്താ അറിയോ, ഇത് ചരിഞ്ഞു പോകും. അതിന് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ നേരെ തന്നെ ഇങ്ങനെ ഈ ഒരു നഖം കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ നേരെ തന്നെ വരണം. അല്ലെങ്കിൽ ഈ ഭാഗത്തല്ല, ഇവിടെ വരും ആ മടക്ക്. നേരെ തന്നെ മടക്കി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നേരെയാണോ അല്ലയോ എന്ന്. മടക്കി ഇപ്പൊ താണ്ടി ഇതിന് നല്ല നേരെ തന്നെ അത് വന്നു. ഇനി ഈ ബാക്കി എക്സ് ഭാഗം ഇവിടോട്ടോ ഇങ്ങനെ മടക്കി വെക്കണം. ഇത്ര എളുപ്പമാണ്. ഇനി ഒരു പണിയും കൂടെ ഉള്ളൂ. ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കണം. ഇത് ഇതുപോലെ തന്നെ മടക്കി രണ്ടും കൂടെ ഒരുമിച്ച് ഈ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അമുക്കി കൊടുത്താൽ മതി. ഇപ്പതാ നോക്കൂ, ഒരു സുന്ദരി പൂമ്പാറ്റ റെഡി. നമുക്കിത് നമ്മുടെ അസൈൻമെന്റ്സില്, കാർഡ് ബോർഡില് എല്ലാം നമുക്ക് പിൻ ചെയ്ത് തന്നെ വെക്കാം. ഇത് ഇതുപോലെ തന്നെ മടക്കി രണ്ടും കൂടെ ഒരുമിച്ച് ഈ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അമുക്കി കൊടുത്താൽ മതി. ഇപ്പതാ നോക്കൂ, ഒരു സുന്ദരി പൂമ്പാറ്റ റെഡി. നമുക്കിത് നമ്മുടെ അസൈൻമെന്റ്സില്, കാർഡ് ബോർഡില് എല്ലാം നമുക്ക് പിൻ ചെയ്ത് തന്നെ വെക്കാം. ഇതുപോലെയാണ് നമ്മളുടെ കുഞ്ഞി പൂമ്പാറ്റ ഉണ്ടാക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ ഞാൻ വേറെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ പൂമ്പാറ്റകളൊക്കെ ഉണ്ടാക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഇത് പെട്ടെന്ന് കീറിപ്പോവും. വലുതിന് കണക്കല്ല, വലുതിന് അത്രയും പ്രസ് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ എന്റെ ഈ പൂമ്പാറ്റ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടുകാരെല്ലാവരും ഈ ക്രാഫ്റ്റ് വീട്ടിൽ ഉണ്ടാക്കി വെക്കണം. അടുത്തൊരു ദിവസം വേറൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.